ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 29-ാം അധ്യായം. 29-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം മോവാബിൽ വെച്ച് ചെയ്ത ഉടമ്പടിയെപ്പറ്റി മോശ ഇവിടെ പറയുന്നു. ആദ്യം ഹോറേബിൽ വെച്ചാണ് അവർക്ക് ഉടമ്പടി ചെയ്തത്. അത് 10 കൽപ്പന. അതിൻ്റെ ഒരു പുനരാവിഷ്കരണം വീണ്ടും ഇവിടെ വെച്ച് മോവാബിൽ വെച്ച് യഹോവയായ ദൈവം അവർക്ക് നൽകുകയുണ്ടായി. ആ ഉടമ്പടിയിൽ പറഞ്ഞത് യഹോവയായ ദൈവം അടിമത്തിൽ നിന്ന് അവരെ വിടുവിച്ചതായ കാര്യങ്ങളും അപ്പം അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞ് അവരെ അനേക പ്രാവശ്യം പറഞ്ഞ് പ്രബോധിപ്പിച്ച് 10 കൽപ്പനകൾ അവർക്ക് നൽകുകയും അതനുസരിച്ചാലുള്ള ഗുണവും അതനുസരിക്കാതിരുന്നാലുള്ള ശാപവും ഒക്കെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. വീണ്ടും മോശ അത് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മരുഭൂമിയിലൂടെ എങ്ങനെയാണ് ദൈവം അത്ഭുതകരമായി നമ്മെ വഴി നടത്തിയത്. മരുഭൂമി യാത്രയിൽ വസ്ത്രം കീറാതെയും കാലിന് നീര് വെക്കാതെയും അഥവാ ചെരുപ്പ് തേയാതെയും ദൈവം നിങ്ങളെ കൊണ്ട് നടന്നു. ഒരു വശത്ത് നിങ്ങളെ വിശപ്പിക്കുകയും ദാഹിപ്പിക്കുകയും ചെയ്തു. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മളിത് കണ്ടതാണ്. എന്തിനാണ് ദൈവം നിങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ വിശപ്പിക്കുകയും ദാഹിപ്പിക്കുകയും ചെയ്തത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുമെന്നവരെ ഗ്രഹിപ്പിക്കേണ്ടതിനാണെന്ന് അന്ന് നമ്മൾ വായിച്ചു. ദൈവമാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതെന്നും ദൈവമാണ് വഴി നടത്തുന്നതെന്നും ആ ദൈവത്തോടുള്ള ബന്ധം വിട്ടുമാറാതിരിക്കുന്നതിനുമാണ് അങ്ങനെയുള്ള ചില ശോധനകളിലൂടെ ദൈവം നിങ്ങളെ കടത്തിക്കൊണ്ടു പോകുന്നതും അതിനുശേഷം അത്ഭുതകരമായ വിടുതൽ തരുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും നിങ്ങൾക്ക് വർദ്ധിക്കുകയും ചെയ്യും. ഇന്നും പുതിയ നിയമത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ക്രൂശിൻ്റെ അനുഭവവും അതിനുശേഷം പുനരുദ്ധാനത്തിൻ്റെ സന്തോഷം പോലെ വലിയ സന്തോഷത്തിന് മുഖാന്തരമായി ദൈവം നമുക്ക് നൽകും. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചവർ, ദൈവമേ ഞങ്ങളെ ക്ലേശിപ്പിച്ചത് ആ ദിവസങ്ങൾക്ക് പകരം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ദിവസങ്ങളെ പ്രദാനം ചെയ്യണമേ എന്ന്. അതുപോലെ യഹോവയായ ദൈവം നമ്മുടെ മക്കളെ ശിക്ഷിച്ചും ശാസിച്ചും സ്നേഹിച്ചും നമ്മളെ വളർത്തുന്ന പോലെ ദൈവം ഇസ്രായേൽ ജനത്തിനെ വഴി നടത്തുന്നതായി നമ്മളിവിടെ വായിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഹെഷ്ബോനിൽ ചെന്നപ്പോൾ രാജാവായ സീഹോനും ബാഷാർ രാജാവായ ഓഗും അവരെ തോൽപ്പിച്ചിട്ട് ആ ദേശം 3 ഗോത്രങ്ങൾക്കായി കൊടുത്തു. അതായത് അവിടെ പറയുന്നു, രൂബേൻ, ഗാദ്, മനശ്ശയുടെ ആ പകുതി ഗോത്രത്തിന് ഏറ്റവും ഫലഭൂഷ്ടമായതും ഏറ്റവും പച്ചപ്പുള്ളതുമായ പ്രദേശമാണ്. ആ പ്രദേശം ലഭിച്ചാൽ കൊള്ളാമെന്ന് അവർ ആഗ്രഹിച്ചു. അവർ കാടുമാടുകളാണല്ലോ കൂടുതൽ. അപ്പോൾ അതുവരെ ആ പ്രദേശം വരെ ദൈവം നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം അത് വാഗ്ദത്ത നാടിനിപ്പുറത്താണ്. അത് ആ പ്രദേശം പോലും ദൈവം നിങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവത്തെ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. വാഗ്ദത്തം നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകി, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയത് അവർക്ക് മാത്രമല്ല, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന മക്കൾക്ക് കൂടിയാണ്, വരും തലമുറകൾക്ക് വേണ്ടിയാണ്. ദൈവം തരുന്ന ഓരോ അനുഗ്രഹവും നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമായി ഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്കത് നൽകുന്നവനാണ്. ആ സ്നേഹം നിങ്ങൾ ഇത് വിട്ടുകളയാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ ഓർത്തുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങൾ അനുഗമിക്കണമെന്നുള്ളതാണ്. പിന്നീട് പറയുന്നു, ആ കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛതയുടെ ഒരംശം പോലും ഉണ്ടാവരുത്. പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് മറ്റ് വിഗ്രഹാരാധനകളെയും മറ്റ് മ്ലേച്ഛതകളെയും നിങ്ങൾ നീക്കിക്കളയണം. കയ്പുള്ള ഫലം കായ്ക്കാൻ പോകുന്ന വൃക്ഷത്തിൻ്റെ വേര് പോലും ഉണ്ടാകലെന്ന് പറയുന്ന അടിസ്ഥാനം പോലും ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായി നീക്കിക്കളയണം. ഇല്ലെങ്കിൽ അത് നിങ്ങളെ സ്വാധീനിക്കുകയും നിങ്ങൾ ബിംബാരാധനയിലേക്കും മറ്റ് മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങൾ പോവുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ നീക്കിക്കളയണം. എന്നിട്ട് നിങ്ങൾ വിശുദ്ധരാണ്, യഹോവ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ എന്ന് ദൈവം പറഞ്ഞ വചനം വീണ്ടും നമ്മളെ മോശ ഈ ഇവിടെ വെച്ച് ആ ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് നമ്മളും നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി ഇതിനെ ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ആ മ്ലേച്ഛത നീക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ദേശം ഇത് ശപിക്കപ്പെടും, അവിടെ ശാപം ഉണ്ടാകും. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്താ ചെയ്യുന്നത്? ഫലമൂലാദികളൊന്നും നിങ്ങൾക്കിനി ഉണ്ടാവില്ല. നിങ്ങളുടെ ദേശം മുഴുവൻ വരണ്ടു പോകും. ഇപ്പോൾ നല്ല അനുഗ്രഹം ലഭിക്കുന്ന ഒരു ദേശമാണ്. ദൈവത്തെ നിങ്ങൾ അനുസരിച്ച് ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായി ജീവിച്ചാൽ ദേശം നിങ്ങൾക്ക് അനവരതമായ ഫലങ്ങളെ തരും. ഇല്ലെങ്കിൽ ആ ദേശം നിങ്ങളോട് പ്രതികരിക്കും, അത് നിങ്ങൾക്ക് ഫലം തരാതിരിക്കും. കായേൻ ഹാബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം കായലിന് കൊടുത്ത ശാപവും ഇത് തന്നെയാണല്ലോ. ഇനി മേലാൽ ഭൂമി തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. നിന്റെ അനുജൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. അതുകൊണ്ട് ഇനി ഈ ദേശം പൊട്ടി ശാപഗ്രസ്തനായി പോകണം. ഇനി മേലാൽ ഭൂമി തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. നമുക്കറിയാം, കായൻ കൃഷിക്കാരനാണ്. അവന് ഭൂമി വീര്യം കൊടുക്കുന്നില്ല എങ്കിൽ, ഫലം കൊടുക്കുന്നില്ല എങ്കിൽ അവന് മുന്നോട്ട് ജീവിക്കാനാവില്ല. എന്ന് പറഞ്ഞാൽ കായൻ ഹാബേലിനെ കൊന്നപ്പോൾ അവനെതിരായത് ഈ ഭൂമിയാണ്, അഥവാ പ്രപഞ്ചമാണ്. അതായത് ഞാൻ നിങ്ങൾക്കെതിരാകുമ്പോൾ, നിങ്ങൾ എനിക്കെതിരാകുമ്പോൾ ഈ പ്രപഞ്ചം നമുക്കെതിരാകും. ഭൂമിയിലുണ്ടാകുന്ന എല്ലാ കലാമിറ്റീസ്, എല്ലാ പ്രകൃതിക്ഷോഭങ്ങൾക്കും നാശങ്ങൾക്കും എല്ലാം മൂലകാരണമായിട്ട് പരിസ്ഥിതി ദൈവശാസ്ത്രം പറയുന്നത് മനുഷ്യൻ്റെ രക്തം ഭൂമിയിൽ വീഴ്ത്തുന്നെന്നും രക്തം കുടിക്കുന്ന ഭൂമി പ്രതികാരദാഹിയായി മനുഷ്യനോട് പ്രതികരിക്കുന്നുവെന്നുമാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ദ്രോഹിച്ചാൽ ആ വ്യക്തിയോട് മാത്രമല്ല, ഈ പ്രപഞ്ചത്തോട് പോലും ചെയ്യുന്ന ദ്രോഹമാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ നമുക്ക് ഇടയായിട്ട് തീരേണ്ടതാണ്. 29-ാം വാക്യം വരുമ്പം പറഞ്ഞു, രഹസ്യം ദൈവത്തിൻ്റേതാണ്, വെളിപ്പെടുത്തപ്പെട്ട രഹസ്യം മാത്രം നമുക്ക് നമ്മുടെ സന്തതികൾക്കും ദൈവം നൽകി. ദൈവത്താൽ വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങളാണ് ദൈവവചനത്തിലുള്ളത്. അതാണ് വിശുദ്ധ ബൈബിള്. അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവികമായ സ്നേഹത്തെക്കുറിച്ചും ദൈവികമായ പദ്ധതികളെക്കുറിച്ചുമുള്ളതാണ്. അതിനപ്പുറത്തുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങളെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അവനാണ് സർവ്വവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായിരിക്കുന്ന ഒരൊറ്റയാൾ മാത്രമാണ്. അത് സർവശക്തനായ ദൈവം മാത്രമാണ്. അതുകൊണ്ട് നമുക്കിന്ന് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയ ആ വെളിപാടുകളെ ആ വചനത്തിനനുസരണമായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുക. മനുഷ്യരക്ഷയ്ക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന് വിധേയമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കാം. ദൈവമേ, ഓരോ അധ്യായവും ഓരോ ദിവസവും ബൈബിൾ വായിക്കുമ്പോഴും ദൈവമേ, പരിശുദ്ധാത്മാവേ, ആ ദൈവികമായ രഹസ്യങ്ങൾ എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇടയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.